നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാസ്ലിംഗ് ചെയ്തതിന് ശേഷം ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിൻ്റെ അടുത്തുള്ള പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തുന്നത് കാണാറുണ്ട്. എന്നാൽ ഓപ്പണിങ്ങിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് ഈ നീക്കങ്ങളെ നേരിടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് ടേക്സ് G5. ബിഷപ്പ് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ H6ൽ ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് റീക്യാപ്ചർ ചെയ്യാവുന്നതാണ്. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ കിങ് സൈഡിലെ ബ്ലാക്കിൻ്റെ ഒരു പോൺ നഷ്ടപ്പെടുകയും പിന്നീട് വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. H ടേക്സ് G5. നൈറ്റ് ടേക്സ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ റീക്യാപ്ചർ ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ QH7 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ H7 എന്ന നീക്കത്തെ F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പ്രതിരോധിക്കുന്നു. F5 എന്ന നീക്കത്തിന് പകരം റൂക്ക് D8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് D8, പോൺ E6, F7ലിരിക്കുന്ന പോണിന് ഒരു ആക്രമണം നൽകുന്നു. ക്യൂൻ F4. ക്യൂൻ ഉപയോഗിച്ച് ക്യൂനിനെയും നൈറ്റിനെയും ആക്രമിക്കുന്നു. E ടേക്സ് F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിന് ഒരു ചെക്ക് നൽകുന്നു. കിങ് F8. പോണിനൊരു സംരക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ നൈറ്റ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ G6. ക്യൂൻ ഉപയോഗിച്ച് പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. നൈറ്റ് F6. നൈറ്റ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ടുള്ള ചെക്ക് മേറ്റിനെ പ്രതിരോധിക്കുന്നു. റൂക്ക് ടേക്സ് E7. റൂക്ക് E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്ക് സാക്രിഫൈസ് ചെയ്യുന്നു. ബിഷപ്പ് F5. എന്നാൽ കിങ് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ബിഷപ്പ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. റൂക്ക് E8 ചെക്ക്. റൂക്ക് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നു. റൂക്ക് ടേക്സ് E8. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്കിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. F ടേക്സ് E8 ചെക്ക്. പോൺ ഉപയോഗിച്ച് E8ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ക്യൂനിനെ വാഴിച്ചെടുക്കുന്നു. നൈറ്റ് ടേക്സ് E8. നൈറ്റ് ഉപയോഗിച്ചോ റൂക്ക് ഉപയോഗിച്ചോ E8ലുള്ള ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. ക്യൂൻ F7 ചെക്ക് മേറ്റ്. ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കം ക്യൂൻ F4 എന്ന നീക്കത്തിന് പകരം F ടേക്സ് E6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. F ടേക്സ് E6. ക്യൂൻ H7. കിങ് F8. നൈറ്റ് E5. നൈറ്റ് ഉപയോഗിച്ച് F7, G6 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുന്നു. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ ക്യൂൻ F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റീക്യാപ്ചർ ചെയ്ത് വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് F4. E6ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുകയും G6 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം നൈറ്റ് ഉപയോഗിച്ച് സ്വന്തമാക്കുകയും ചെയ്യുന്നു. റൂക്ക് E4. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. ക്യൂൻ ടേക്സ് E5. ഈ പൊസിഷനിൽ ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് F4ലിരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ നൈറ്റിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടത്തുകയും വൈറ്റ് ചെയ്യുന്നു. റൂക്ക് ടേക്സ് E5. റൂക്ക് D5. റൂക്ക് E1. റൂക്ക് ഉപയോഗിച്ച് റൂക്കിന് ഒരു സംരക്ഷണം നൽകുന്നു. ബിഷപ്പ് ഉപയോഗിച്ച് ഒരു കാരണവശാലും E5ലിരിക്കുന്ന റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ
ബ്ലാക്കിന് സാധിക്കില്ല. ഇനി ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുന്നു. വൈറ്റിൻ്റെ അഞ്ചാമത്തെ നീക്കത്തിൽ നൈറ്റ് E5 എന്ന നീക്കത്തിന് പകരം റൂക്ക് ടേക്സ് E6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് ടേക്സ് E6, ബിഷപ്പ് ടേക്സ് E6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ നൈറ്റ് ടേക്സ് E6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ ബിഷപ്പിനെയും റൂക്കിനെയും ക്യൂനിനെയും ആക്രമിക്കുവാൻ നൈറ്റിന് സാധിക്കുന്നു. കിങ് F7, റൂക്ക് E1, റൂക്ക് ഉപയോഗിച്ച് നൈറ്റിന് ഒരു സംരക്ഷണം നൽകുന്നു. ഇനി ഈ പൊസിഷനിൽ വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കുന്നു. നമുക്ക് ഈ ഗെയിമിൽ F5 എന്ന നീക്കത്തെ തുടർന്നുണ്ടായ നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. ക്യൂൻ H4, ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് D8, ബ്ലാക്കിൻ്റെ കിങ്ങിന് എസ്കേപ്പ് സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുന്നു. ക്യൂൻ H7 ചെക്ക്, ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. കിങ് F8, ബ്ലാക്കിൻ്റെ കിങ്ങിന് മറ്റ് സ്ക്വയറുകളിലേക്കൊന്നും കിങ്ങിനെ നീക്കം നടത്തുവാൻ സാധിക്കില്ല. പോൺ E6, D7, F7 എന്നീ സ്ക്വയറുകൾ പോൺ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ബ്ലാക്കിൻ്റെ പോണിൻ്റെ E6 എന്ന നീക്കത്തെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ക്യൂൻ F4, ക്യൂൻ ഉപയോഗിച്ച് വൈറ്റിൻ്റെ രണ്ടു നൈറ്റുകളെയും ആക്രമിക്കുന്നു. എന്നാൽ ക്യൂൻ F4 എന്ന നീക്കത്തിന് പകരം നൈറ്റ് F6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുകയായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നൈറ്റ് F6, നൈറ്റ് ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ G6, ക്യൂൻ F7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് G8, KG8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നു. നൈറ്റ് E5, നൈറ്റ് ഉപയോഗിച്ച് F7, G6 എന്നീ സ്ക്വയറുകൾ നിയന്ത്രിക്കുന്നു. നൈറ്റ് E5 എന്ന നീക്കം കൊണ്ട് വൈറ്റ് ഉദ്ദേശിക്കുന്നത് ക്യൂൻ F7 ചെക്ക്, കിങ് G8, നൈറ്റ് G6 ചെക്ക് മേറ്റ് എന്നുള്ളതാണ്. റൂക്ക് F8, റൂക്ക് F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് F7 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ബ്ലാക്ക് ഏറ്റെടുക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് വളരെ സാഹസികമായ ഒരു നീക്കം നടത്തുന്നു. ക്യൂൻ F7 ചെക്ക്, ക്യൂനിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. റൂക്ക് ടേക്സ് F7, E ടേക്സ് F7 ചെക്ക്, കിങ് H8, നൈറ്റ് G6 ചെക്ക് മേറ്റ്. എന്നാൽ കിങ് H8 എന്ന നീക്കത്തിന് പകരം കിങ് F8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കിങ് F8, നൈറ്റ് G6 ചെക്ക് മേറ്റ്. ഇനി നമുക്ക് ക്യൂൻ F4 എന്ന നീക്കം നടത്തിയതിനെ തുടർന്നുണ്ടായ നീക്കങ്ങൾ എന്തായിരുന്നെന്ന് നോക്കാം. ക്യൂൻ G6, കിങ് G8, നൈറ്റ് E5. നൈറ്റുകളും ക്യൂനും പോണും ഉപയോഗിച്ചുകൊണ്ട് വളരെ രസകരമായ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. അതുകൊണ്ട് ക്യൂൻ ഉപയോഗിച്ച് ഒരു നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് ടേക്സ് G5. ഈ ഒരു പൊസിഷനിൽ ഈ ഗെയിം റിസൈൻ ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് നീക്കങ്ങൾ നടത്തുകയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ക്യൂൻ ടേക്സ് G5, ബിഷപ്പ് ടേക്സ് E6, പോൺ C4, പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് C7, റൂക്ക് E3, പോൺ F4, റൂക്ക് G3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നായിരുന്നു വൈറ്റ് ലക്ഷ്യം വെച്ചിരുന്നത്. F4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഈ നീക്കത്തെ ബ്ലാക്ക് പ്രതിരോധിക്കുന്നു. ക്യൂൻ ടേക്സ് F4, റൂക്ക് F8, ക്യൂൻ H4, റൂക്ക് F6, റൂക്ക് B3. ഇനി ഈ ഗെയിമിൽ വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.